ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെയും റവയുടെയും മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്ത് വേവിച്ച് നന്നായി ഉടച്ചെടുക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, കുറച്ച് പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ചെറുതായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ കുഴച്ച് എടുക്കാം. ഇതുപോലെ നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. എല്ലാതും ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളകൾ ഓരോന്നും ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ഉരുളകളും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലെ ഗോൾഡൻ നിറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്.